സുഹൃത്തുക്കളെ, കേന്ദ്രമന്ത്രിയായിട്ടുള്ള 2017 തൊട്ട് 2019 വരെ കേന്ദ്രത്തിലെ പ്രതിരോധ വകുപ്പ് മന്ത്രിയായിരുന്ന, അതിനുശേഷം 2019 തൊട്ട് ഇപ്പോഴും ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന കേന്ദ്ര ക്യാബിനറ്റിലെ ഏറ്റവും സുപ്രധാനമായ രണ്ട് വകുപ്പുകൾ. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ധനകാര്യ വകുപ്പ് ഒരു സ്ത്രീ കൈകാര്യം ചെയ്യുന്നത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പ്രതിരോധ വകുപ്പ് മന്ത്രിയായിട്ടൊരു സ്ത്രീ വരുന്നത്. അങ്ങനെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന 3 തവണ രാജ്യസഭാംഗമായ, ആദ്യം ആന്ധ്രയിൽ നിന്ന്, അതിനുശേഷം കർണാടകയിൽ നിന്നൊക്കെ രാജ്യസഭാംഗമായിട്ടുള്ള കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമന്റെ ഭർത്താവ് പാറക്കാല പ്രഭാകരൻ. നിർമ്മല സീതാരാമൻ തമിഴ്നാട്ടുകാരിയാണ്, ഇദ്ദേഹം ആന്ധ്രാക്കാരനാണ്. രണ്ടുപേരും സാമ്പത്തിക ശാസ്ത്രത്തിൽ നല്ല വൈദഗ്ധ്യമുള്ള ആളുകളാണ്. നിർമ്മല സീതാരാമൻ JNUവിന്റെ പ്രൊഡക്റ്റാണ്. ഒരു എംഫിൽ PG കഴിഞ്ഞ് അത് കഴിഞ്ഞ ശേഷം എംഫിൽ ചെയ്തു. PhD എടുക്കാൻ വേണ്ടിയിട്ടുള്ള കോഴ്സിൽ ചേർന്നെങ്കിലും പിന്നീട് രാഷ്ട്രീയത്തിൽ സജീവമായിട്ട് പല കാരണങ്ങൾ കൊണ്ട് നടന്നില്ല. രണ്ടുപേരും പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ്. രണ്ടുപേരും 1959 ജനിച്ചത്. രണ്ടുപേർക്കും ഇപ്പോൾ 65 വയസ്സായി. രണ്ടുപേരും രണ്ട് സംസ്ഥാനക്കാരാണ്, ഞാൻ പറഞ്ഞു. ഈ പാറക്കാല പ്രഭാകരനാവട്ടെ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ നിന്നാണ് PG ചെയ്യുന്നത്. അതിനുശേഷം അദ്ദേഹം എംഫിൽ എടുക്കുന്നു. അദ്ദേഹവും എംഫിൽ, രണ്ടുപേരും എംഫിലുകാരാണ്. അപ്പം രണ്ടുപേരുടെയും മേഖലയാണ് സാമ്പത്തിക ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം. എന്തായിരുന്നാലും പാറക്കാല പ്രഭാകരൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞിട്ടുള്ളത്, അദ്ദേഹം ആദ്യം BJPയിൽ ഉണ്ടായിരുന്നു, അതിനു മുമ്പ് വേറെ പാർട്ടികളിലൊക്കെ ഉണ്ടായിരുന്നു. രാഷ്ട്രീയ നിരീക്ഷകനാണ്, വളരെ എന്താ പറയുക, സാമ്പത്തിക വിദഗ്ധൻ എന്ന ശാസ്ത്രജ്ഞൻ എന്നതിനപ്പുറത്ത് സാമൂഹിക വിമർശകനാണ്. മോദി സർക്കാരിന്റെ നിരന്തര വിമർശകനാണ്. അതായത് ഏറ്റവും വലിയ അതിന്റെ ഭംഗി അതാണ്. ഇവര് കേന്ദ്ര ക്യാബിനറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നു. അവരുടെ ഭർത്താവ് ഇതിനെ വിമർശിക്കുന്നു. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആൾക്കാർ കണ്ടുപിടിക്കേണ്ടതാണ്. ഇവിടെ AK ആന്റണിയുടെ മോൻ BJP പോയാൽ ആന്റണിക്ക് പടി, പത്മജ പോയാൽ അതും വലിയ വിഷയം. ലോറൻസിന്റെ മകള് BJPക്ക് പോയാൽ ലോറൻസ് പറഞ്ഞോട്ടമാരിയാണ് പറയുക, M ലോറൻസിന്റെ. ഈ രീതിയിലൊക്കെയുള്ള കാലത്ത് രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു വീട്ടിൽ 4 പേരുണ്ടെങ്കിൽ 4 അഭിപ്രായത്തിൽ പോകാൻ കഴിയുമെന്നും, ഇവിടെ നമ്മളെ കേരളത്തിൽ എന്ത് സംഭവിക്കുന്നത്? കേരളത്തില് ഏതെങ്കിലും ഒരാളുടെ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥയുടെ ഭർത്താവ് തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത പാർട്ടിയിലാണ് പ്രവർത്തിക്കുന്നത്, എതിർ പാർട്ടിയിൽ പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഇരയാവുന്നത് ഈ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ ഇവരെ ഇട്ടിട്ട് തട്ടും, ട്രാൻസ്ഫർ ചെയ്യും. അവരുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിലുണ്ടാവില്ല. അവർ വേണമെങ്കിൽ ഇവരുടെ സർവീസ് സംഘടനയിൽ അനുഭാവിയായിരിക്കും, അത് നോക്കില്ല. തിരിച്ചും ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തില്. ഏറ്റവും മോശപ്പെട്ട പൊളിറ്റിക്കൽ കൾച്ചർ ഉള്ളത് കേരളത്തിലായിരുന്നു ഈ രീതിയിലുള്ള വൈരാഗ്യ ബുദ്ധിയോട് കൂടിയിട്ട് മുളയ്ക്കാക്കുന്നത്. തമിഴ്നാട്ടിലുണ്ടായിരുന്നു. അതിന്റെ കാരണം എന്ന് വെച്ചാൽ കരുണാനിധിയും ജയലളിതയും തമ്മിലുള്ള പേഴ്സണൽ റൈവറി ആയിരുന്നു അതിന്റെ കാരണം. ജയലളിതയെ ആദ്യം നിയമസഭയിലിട്ട് അപമാനിച്ചു. പിന്നീട് കരുണാനിധി അതിന് പകരം വയസ്സുകാലത്ത് പോലീസിൽ ഉപയോഗിച്ച് ബലം പ്രയോഗിച്ച് വലിച്ചടച്ചു കൊണ്ടുപോയി. ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ജയലളിതയെ വസ്ത്രാക്ഷേപം നടത്തിയിരുന്നു. അപ്പൊ ആ രീതിയിലുള്ള വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യങ്ങളാണ്. ബംഗാളിലും അത് തന്നെയാണ്. CPM മമതയും തമ്മിലുള്ള വ്യക്തിപരമായിട്ടുള്ള തലത്തിലേക്ക് പോയി. അല്ലാത്ത തരത്തിൽ രാഷ്ട്രീയം വളരെ വിശുദ്ധമായും മാന്യമായും സർഗാത്മകമായും കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് തെളിയിച്ചതാണ് BJP. കാരണം ഇവരുടെ ഭർത്താവ് നിരന്തരമായി മോദിയെ വിമർശിക്കുന്നു. പക്ഷെ അവർക്ക് അതിന്റെ പണിഷ്മെന്റ് ഒന്നും ഉണ്ടാവുന്നില്ല. കാരണം അവരുടെ ഭർത്താവിന് അവരുടെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എന്താ പറയാന്നുള്ളത്. എന്തായിരുന്നാലും വിഷയത്തിലേക്ക് വരാം. ഈ പാറക്കാല പ്രഭാകരൻ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, ഇത്തവണ BJPയുടെ അക്കൗണ്ട് പൂട്ടും, BJPക്ക് തുടർഭരണം ലഭിക്കില്ല, BJPക്ക് ഈ 200 തൊട്ട് 220 സീറ്റുകൾ വരെയാണ് പരമാവധി അദ്ദേഹം പറയുന്നത്. അദ്ദേഹം വളരെ വിദഗ്ധനാണ് ഈ മേഖലയിൽ. 200 തൊട്ട് 220 സീറ്റ് വരെയാണ് അദ്ദേഹം പറയുന്നത്. BJPയുടെ സഖ്യകക്ഷികൾ, NDAയിലുള്ള സഖ്യകക്ഷികൾക്ക് 30 തൊട്ട് 40 സീറ്റ് വരെയാണ് പരമാവധി കിട്ടാൻ സാധ്യത. അതായത് BJPക്ക് അദ്ദേഹം പറയുന്ന മാക്സിമം എന്ന് പറയുന്നത് അക്കൗണ്ട് എന്ന് പറയുന്നത് 220, സഖ്യകക്ഷികൾക്ക് പറയുന്ന മാക്സിമം 40. അപ്പൊ 260 എത്തുള്ളൂ. അപ്പോഴും ഭൂരിപക്ഷത്തിനുള്ള സഭയിൽ ഭൂരിപക്ഷം നേടാനുള്ള, വിശ്വാസ വോട്ട് നേടാനുള്ള ഒരു ഭൂരിപക്ഷത്തിലേക്ക് എത്തില്ല. മറ്റൊന്ന്, അദ്ദേഹം പറയുന്നൊരു കാരണം, പ്രത്യയശാസ്ത്രപരമായിട്ടല്ല NDAയിലെ കക്ഷികളൊന്നും അതിൽ മുന്നണിയായിട്ട് തുടരുന്നത്. അവരേതു സമയത്തും നിലപാട് മാറ്റാം, അവർ മറിച്ച് ചിന്തിക്കാം. ഇന്ത്യ സഖ്യം അധികാരത്തിലേറുകയാണെന്ന് കണ്ടാൽ അവിടെ ക്യാബിനറ്റ് പദവിക്ക് ഞങ്ങൾക്ക് ഇത്ര ക്യാബിനറ്റ് പദവി വേണമെന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓഫർ കിട്ടിക്കഴിഞ്ഞാൽ അത് സ്വീകരിച്ച് മുന്നണി മാറാനും മറുകണ്ഠം ചാടാനും സാധ്യതയുണ്ട്. മൂന്നാമത്തെ കാരണം അദ്ദേഹം പറയുന്നത്, എങ്കിലും ചിലപ്പോൾ കുതിര കച്ചവടത്തിന് സാധ്യതയുണ്ട്. കാരണം രാഷ്ട്രപതി BJP നിയോഗിച്ചതാണ്. ഏറ്റവും വലിയ ഒറ്റ കക്ഷി BJP ആയിരിക്കും 220 സീറ്റ് കിട്ടിയാൽ തന്നെ. അങ്ങനെ വരുമ്പോൾ BJPയെ സർക്കാർ ഉണ്ടാക്കാൻ ക്ഷണിക്കുകയും അവർക്ക് ആവശ്യത്തിന് വിശ്വാസം വോട്ട് നേടാൻ ആവശ്യമായ സമയം കിട്ടുകയും ചെയ്താൽ അതിനിടയിൽ കുതിര കച്ചവടക്കാൻ ഇഷ്ടംപോലെ പൈസ മുടക്കാൻ BJPയുടെ കയ്യിലുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. വേറൊന്ന് അദ്ദേഹം പറയുന്ന സുപ്രധാനമായിട്ടുള്ള കാര്യം, നോർത്ത് ഇന്ത്യ, നോർത്ത് ഈസ്റ്റ് തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ നിന്ന് 90 സീറ്റ് വരെ BJPക്ക് നിലവിലുള്ളതിൽ നിന്ന് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഗുജറാത്ത്, UP ഉൾപ്പെടെ, UPയിൽ ഇപ്പോൾ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ഒരുമിച്ചൊക്കെ ആയതുകൊണ്ട് അങ്ങനെ പല സ്ഥലത്തും സീറ്റുകൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. 90 സീറ്റോളം നഷ്ടപ്പെടുമെന്നാണ് പറയുന്നത് അദ്ദേഹത്തിന്റെ നിഗമനം. അതിനുശേഷം അദ്ദേഹം പറയുന്ന വേറെ കാര്യം, കേരളത്തിൽ ഇത്തവണയും സംപൂജിതരായിരിക്കും BJP, അക്കൗണ്ട് തുറക്കാൻ പറ്റില്ല.
തമിഴ്നാട്ടിലും അതുതന്നെയായിരിക്കും സ്ഥിതി. 0 സീറ്റായിരിക്കും കിട്ടുക. 2004 കന്യാകുമാരിയിൽ നിന്ന് മത്സരിച്ച് കേന്ദ്രമന്ത്രിയായ പൊൻ രാധാകൃഷ്ണൻ 2019 ആ സീറ്റിൽ പരാജയപ്പെട്ടു. ഇത്തവണയും അവരൊന്നും ക്ലച്ച് പിടിക്കില്ല എന്നും ബിജെപിക്ക് തമിഴ്നാട്ടിൽ നിന്ന് ഒരു സീറ്റും കിട്ടില്ല എന്നുമാണ് പാറക്കാല പ്രഭാകരൻ പറയുന്നത്, നിർമ്മലാ സീതാരാമന്റെ ഭർത്താവ്. അടുത്ത അദ്ദേഹം പറയുന്നത് കർണാടകയിൽ കഴിഞ്ഞ തവണ മൊത്തമുള്ള 28 സീറ്റിൽ 25 സീറ്റും ബിജെപിക്ക് കിട്ടിയിരുന്നു. പക്ഷേ ഇത്തവണ ഒരു 12 സീറ്റെങ്കിലും 28 നിന്ന് ഒരു 12 സീറ്റെങ്കിലും നഷ്ടപ്പെടുകയും ഒരു 16 സീറ്റ് വരെ അവർക്ക് കിട്ടുള്ളൂ എന്ന് പറയുന്നു. ഇവിടെ നിന്ന് 12 സീറ്റ് നഷ്ടപ്പെടുമ്പോൾ കേരളത്തിലും തമിഴ്നാട്ടിലും സ്റ്റാറ്റസ് കോ തുടരുകയും കർണാടകയിൽ 12 സീറ്റ് നഷ്ടപ്പെടുകയും ചെയ്യുമ്പോൾ തെലങ്കാനയിൽ അവർക്ക് അക്കൗണ്ട് തുറക്കാൻ പറ്റിയ ഒരു 2 സീറ്റ് കിട്ടുകയും ചെയ്യുമെന്ന് അദ്ദേഹം പറയുന്നു. ഈ 2 സീറ്റ് കിട്ടിയാലും മൊത്തത്തിൽ ദക്ഷിണേന്ത്യയിൽ നിന്ന് അവർക്ക് 2019 കിട്ടിയിരുന്ന, കാരണം 12 സീറ്റ് കർണാടകയിൽ പോവുക, പകരം 2 തെലങ്കാനയിൽ കിട്ടുമ്പോഴും 10 കുറവ് ഇവിടെ നിന്ന് വരുമെന്നും നോർത്ത് ഇന്ത്യ, നോർത്ത് ഈസ്റ്റ് തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ നിന്ന് 90 സീറ്റിന്റെ കുറവ് വരുന്നു. മൊത്തം 100 സീറ്റ് 2019 കിട്ടിയതിൽ നിന്ന് ബിജെപിക്ക് കുറയുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ആ രീതിയിലാണ് അദ്ദേഹത്തിന്റെ ഒരു അതേപോലെ തന്നെ അദ്ദേഹം പറയുന്ന വോട്ട് വിഹിതത്തിന്റെ കണക്ക് പറയുന്നുണ്ട്. ഇപ്പോൾ 1972 വരെ ജനസംഘത്തിന് കിട്ടിയിട്ടുള്ള വോട്ട് വിഹിതത്തിന്റെ കണക്കുകളും 1980 തൊട്ട് ഈ 2019 വരെ ബിജെപിക്ക് കിട്ടിയിട്ടുള്ള കണക്കുകളും ഇപ്പോഴത്തെ ഓരോ സംസ്ഥാനത്തെയും രാഷ്ട്രീയ തൽസ്ഥിതികൾ നിരീക്ഷിച്ചിട്ടുമാണ് അദ്ദേഹം അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. 2014 31% വോട്ടാണ് കിട്ടിയതെന്നും ബിജെപിക്ക് സഖ്യകക്ഷികൾക്കും കൂടി കിട്ടിയതെന്നും 2019 അത് 37% മാറിയെന്നുമാണ്. പക്ഷെ പുൽവാമ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, ബാലാക്കോട്ടിലെ വിഷയങ്ങൾ, അത് ദേശീയ വികാരം ആളിക്കത്തിച്ച് ആ രീതിയിൽ ബിജെപിക്ക് വോട്ട് അട്രാക്ട് ചെയ്യാൻ, പ്രത്യേകിച്ച് വോട്ട് നിരോധനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട പ്രതിരോധത്തെ മറികടക്കാൻ വേണ്ടിയിട്ട് ആ വിഷയങ്ങൾ രണ്ടും വലിയ വിഷയമായിട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞു ബിജെപിക്ക്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ 37% ഇത് കിട്ടിയെന്നുള്ളതാണ്. ഇത്തവണ അദ്ദേഹം പറയുന്നത് 25%-ലേറെ വോട്ട് ഷെയർ കിട്ടില്ല ബിജെപിക്ക് എന്നുള്ളതാണ്. അപ്പം ഇതാണ് ഇതിന്റെ അദ്ദേഹം പറയുന്നൊരു കണക്കാട്ടോ, എന്റെ കണക്കല്ല. പ്രതിരോധ വകുപ്പ് മന്ത്രി നിർമ്മലാ സീതാരാമന്റെ മുൻ ബിജെപിയുടെ ദേശീയ വക്താവായിരുന്ന 3 തവണ രാജ്യസഭാ എംപിയായ ഇപ്പൊ സാമ്പത്തിക ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുതിർന്ന നേതാവ് നിർമ്മലാ സീതാരാമന്റെ ഭർത്താവ് പറയുന്നതാണ്. എനിക്ക് ഏറ്റവും മനോഹരമായിട്ട് ഇതിൽ തോന്നിയിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഇവര് സമപ്രായക്കാരാണ്, പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ്. ഒരാൾ തെലുങ്കനാണ്, ഒരാള് തമിഴ്നാട്ടുകാരിയാണ്. രണ്ടുപേരും എംഫിൽ കഴിഞ്ഞവരാണ്, രണ്ടുപേരും ഈ മേഖലയിൽ വിദഗ്ധരാണ്. പക്ഷേ അവരുടെ കുടുംബജീവിതവും രാഷ്ട്രീയവും തമ്മിൽ കൂട്ടിക്കുറയ്ക്കുന്നില്ല. ഇദ്ദേഹം മോദി സർക്കാരിന്റെ, അതായത് നിർമ്മലാ സീതാരാമനെ ഈ പ്രധാന കീ പോസ്റ്റുകളിൽ കൊണ്ടുവന്ന, താക്കോൽ സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവന്ന അവരുടെ ക്യാബിനറ്റിന്റെ ക്യാപ്റ്റനായ മോദിക്കെതിരെ നിരന്തരമായി വിമർശനം ഉന്നയിക്കുമ്പോഴും ഇവരുടെ കുടുംബജീവിതത്തിൽ പ്രശ്നമില്ല. ഒരു മകളുണ്ട്, വാഗ്മയി, അവൾ പത്രപ്പുറത്തേക്കാണ്, ഒറ്റ മോളയുള്ളൂ. വളരെ മനോഹരമായിട്ട് അവരുടെ കുടുംബജീവിതം പോകുന്നു. രണ്ടുപേർക്കും രാഷ്ട്രീയത്തിൽ 2 അഭിപ്രായമുണ്ട്, അതിന് വീട്ടിൽ 2 അഭിപ്രായം ഉണ്ടാവാൻ പറ്റുമെന്നുള്ളത് തെളിയിക്കുകയാണ്. അതിനെ മറ്റുള്ള ബിജെപി ഉൾപ്പെടെയുള്ള പാർട്ടികൾ യാതൊരു രീതിയിലും അവരുടെ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ, പണ്ട് CPM-ഉം CPI-യും തമ്മിൽ പിരിഞ്ഞപ്പോ ടി.വി. തോമസിന്റെയും ഗൗരിയുടെയും തമ്മിൽ മിണ്ടാൻ വരെ പാർട്ടിയുടെ അനുവാദം വേണ്ടിയിരുന്നു. അങ്ങനെയൊന്നുള്ള ഈ കടുംപിടുത്തങ്ങളും രാഷ്ട്രീയങ്ങളൊന്നും ഇല്ലാതെ അവരെ വഴിക്ക് വിടുന്നു. അവരുടെ ഭർത്താവ് എന്തെങ്കിലും പറയട്ടെ, അത് ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല, ഇവർക്ക് ഇവരുടെ രാഷ്ട്രീയം ഉണ്ടെന്ന് പറഞ്ഞു പോകാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കുന്നത്, അത് എന്തായിരുന്നാലും വളരെ മാതൃകാപരമാണ് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എന്തായിരുന്നാലും നിർമ്മലാ സീതാരാമന്റെ ഭർത്താവ് ഇങ്ങനെയാണ് പറയുന്നത്. 200 തൊട്ട് 220 സീറ്റ് വരെ ബിജെപിക്ക്, എൻഡിഎയിലെ സഖ്യകക്ഷികൾക്ക് 30 തൊട്ട് 40 വരെ സീറ്റുകൾ, പരമാവധി കിട്ടാവുന്ന 260 സീറ്റ്. പക്ഷേ വിശ്വാസ വോട്ടെടുപ്പിനുള്ള സമയം കുറച്ച് നീട്ടിക്കിട്ടിയാൽ ചിലപ്പോൾ കച്ചവടങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. അത് നടന്നില്ല. ഇന്ത്യ സഖ്യം ഭരണത്തിൽ വരുന്നൊരു സ്ഥിതി ഉണ്ടെന്നുണ്ടെങ്കിൽ എൻഡിഎയിലുള്ള ചില സഖ്യകക്ഷികൾ തന്നെ വീണ്ടും മറുകണ്ഠം പോകാൻ സാധ്യതയുണ്ട്. ഇപ്പൊ അജിത് പവാറിന്റെ ഗ്രൂപ്പൊക്കെ വേണമെങ്കിൽ വീണ്ടും ശരത് പവാറായിട്ട്, കാരണം എന്താ പറയാ, അങ്ങനെയുള്ള സ്ഥിതിയാണല്ലോ. പിതൃതുല്യനായിട്ടുള്ള ആളെ ശരത് പവാർ, ഇവർക്ക് എങ്ങോട്ട് വേണമെങ്കിലും പിന്നെ യോജിക്കാം. പക്ഷേ ഏകനാഥ് ഷിൻഡെയുടെ വിഭാഗം പിന്നീട് ഉദ്ധവ് താക്കറെയായിട്ട് ഇനി അലയൻസിലേക്ക് പോകുന്നു ഇരുന്നില്ല. പക്ഷെ മറ്റു പല ചെറുകക്ഷികളൊക്കെ ആണെങ്കിലും മാറാൻ സാധ്യതയൊക്കെ ഉണ്ടെന്നുള്ളത് പറയുന്നു. കേരളത്തിൽ അക്കൗണ്ട് തുറക്കില്ല, തമിഴ്നാട്ടിൽ അക്കൗണ്ട് 2014 തുറക്കുകയും 19 പൂട്ടിപ്പോവുകയും ചെയ്ത അക്കൗണ്ട് റീ ഓപ്പൺ ചെയ്യാൻ കഴിയില്ല. കർണാടകയിൽ നിലവിലുള്ള 25 സീറ്റിൽ നിന്ന് 28 സീറ്റിൽ 25 സീറ്റുണ്ട്. അതിൽ ഒരു 13 സീറ്റിലേക്ക് കുറയും, 12 സീറ്റ് നഷ്ടപ്പെടും. തെലങ്കാനയിൽ 2 സീറ്റ് പിടിക്കും. ഇതാണ് അദ്ദേഹത്തിന്റെ നിഗമനം. ഉത്തരേന്ത്യയിലും നോർത്ത് ഈസ്റ്റിലുമായിട്ട് ഒരു 90 സീറ്റ് പോകും. മൊത്തം 100 സീറ്റ് ലോസ് വരും എന്നുള്ളതാണ് ബിജെപിക്ക്. എന്നാലും ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അത് നിങ്ങളോടൊന്ന് പങ്കുവെക്കാൻ നേരത്തെ മാധ്യമങ്ങൾ കൊടുത്ത അഭിമുഖത്തിൽ പാറക്കാല പ്രഭാകരൻ പറഞ്ഞതാണ്. ഓക്കെ.